ഹായ് ഗായ്സ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇക്കാൻ്റെ പെങ്ങളുടെ ആദ്യത്തെ വിരുന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ളത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരാളെ സഹായിച്ചത് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എങ്ങനെയാണ് സഹായിച്ചതെന്നൊക്കെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ പോണത് കുറച്ച് പർച്ചേസിങ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇക്കാൻ്റെ പെങ്ങൾ വരുന്നുണ്ട് വിരുന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാട്ടോ. അത് മാത്രമല്ല, ചിക്കനിക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളും വേണം. സബോള, തക്കാളിയൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആട്ടോ ഇവിടെ. അതുപോലെ തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഷോറൂമിലേക്കാട്ടോ വന്നേക്കുന്നത്. ഇവിടെ നമ്മുടെ വണ്ടീൻ്റെ അടവ് അടയ്ക്കാറ്. അപ്പോൾ വണ്ടീൻ്റെ അടവൊക്കെ അടച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കറി വെച്ചുട്ടോ. കറി വെക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫുള്ള് തിരക്കായിരുന്നു. ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ, തേങ്ങ അരച്ചിട്ട് കാലത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. ഇതും തേങ്ങ അരച്ചിട്ട് തന്നെ കേട്ടോ വെച്ചത്. ഞങ്ങൾ അധികം തേങ്ങ അരച്ചിട്ട് വെക്കാറില്ല, പക്ഷെ വിരുന്നുകാരൊക്കെ ഉള്ളതെല്ലാം വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് തേങ്ങ ഒക്കെ അരച്ചിട്ട് വെച്ചതാട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ വരാറാകുമ്പോഴേക്കും ഒന്ന് ചൂടൊക്കെ ആക്കിയതാട്ടോ, ആവി കയറ്റിയതാണ്. അപ്പോൾ നല്ല ചൂടോടെ കഴിക്കാമല്ലോ. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിരുന്നാട്ടോ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരിപ്പോൾ ഒന്നും വരില്ല. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നേരത്തെ തന്നെ വെച്ചത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുക കേട്ടോ. പിന്നെ അവൾ പൊറോട്ട വേണ്ട പറഞ്ഞിട്ട് ചോറാണ് കഴിക്കുന്നത്. ചോറും ചെമ്മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയും വല്യമ്മയും പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് ടെക്കാൻ്റെ. അപ്പോൾ വീട്ടിലാകെ ഒച്ചപ്പാടും ബഹളവും പോലെ കേട്ടോ. കാരണം എപ്പോഴും ഞങ്ങൾ മാത്രമല്ല ഉണ്ടാവാറ്. ഇത് എല്ലാവരും കൂടി ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നേരം പോയി. കാരണം അവർ കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർ പോവാട്ടോ. കാരണം അവർക്ക് കോഴിക്കോട് വരെ എത്തണം. അപ്പോൾ ഇപ്പം ഇറങ്ങിയാലാണ് രാത്രിക്ക് മുമ്പ് അവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, കുറേ ദൂരം ട്രാവൽ ചെയ്യാണ്ടില്ലേ, നല്ല ബ്ലോക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ പോവാട്ടോ. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് പുളിയൊക്കെ നിൽക്കുന്നുണ്ട്, അതൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അവൾക്ക്. എന്നിട്ട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അധികം നിൽക്കാറൊന്നുമില്ല കേട്ടോ, കുറേ ദിവസമൊന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ തന്നെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് ചെക്കൻ്റെ വീട്ടിൽ. അവിടുത്തെ ഒന്നും വിരുന്ന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ ചെന്നിട്ടും വേറൊരു വിരുന്നുണ്ട് കേട്ടോ. അവരെ കുഞ്ഞുമ്മാൻ്റെ വീട്ടിലൊരു വിരുന്നുണ്ട്. അപ്പോൾ അതിനും ഇവർക്ക് പോകണം കേട്ടോ രാത്രിയാകുമ്പോൾ. അതാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഉമ്മയുടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് അവർ പോയിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും ഇക്കാൻ്റെ പെങ്ങന്മാരും അവരൊക്കെ പോയിട്ടോ. കുറേ നേരം ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് അവർ പോയത്. പിന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും ഞങ്ങൾ കടയ്ക്ക് പോയി. കടയ്ക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരാളെ സഹായിച്ചു എന്ന്. അതാട്ടെ കാണാൻ പോകണം. എനിക്ക് വഴിയിൽ നിന്ന് വെച്ചിട്ട് ഒരു പേഴ്സ് കളഞ്ഞ് കിട്ടിയിട്ട്. അപ്പോൾ അതിൽ ആളുടെ അഡ്രസ്സ് നോക്കിയപ്പോൾ കാണാൻ ആ കൂടിയിട്ട് കുറച്ച് കാർഡുകളാണുള്ളത്. അത് ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ടുള്ളൊരു കാർഡ്, പിന്നെ ജിമ്മിലെ ആളുണ്ട്, ജിമ്മിലത്തെ ഒരു കാർഡ്. ഇത് മാത്രമുള്ള ആളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒന്നും അതിലില്ല. അപ്പം ഞങ്ങൾ ആ ജിമ്മിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. ആളവിടെ ഉണ്ടെങ്കിൽ വെച്ചിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ജിമ്മുള്ളത്. അപ്പോൾ ഞങ്ങൾ ജിമ്മിലേക്ക് നേരെ പോയി. ആ ഒരു ജിമ്മിൻ്റെ കാർഡ് ഉണ്ട് പറഞ്ഞില്ലേ, ആ കാർഡിൻ്റെ മുകളിലൊരു കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ATM കാർഡിൻ്റെ മുകളിലൊക്കെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവില്ലേ, അതേപോലെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ് കിട്ടുമെന്നാണ് ജിമ്മിലത്തെ ആൾക്കാർ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ജിമ്മിലേക്ക് പോകാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. അപ്പോൾ ആ കാർഡ് കൊടുത്തു കേട്ടോ. നമുക്ക് ആളെ കാണാണ്ട് നമ്മൾ കൊടുക്കില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സ് ചിലപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇവരും പറ്റിക്കുകയാണോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവരിത് ആ കാർഡൊക്കെ വെച്ച് നോക്കുക കേട്ടോ. നോക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരികയാണ് കേട്ടോ. അതിൽ ആളിവിടെ അടുത്തുള്ള ആൾ തന്നെയാണ്. ആൾക്ക് പോലും ഓർമ്മയില്ല ആളുടെ പേഴ്സ് പോയ കാര്യം. സന്തോഷം എന്നായിരുന്നു കേട്ടോ ആളുടെ പേരുണ്ടായിരുന്നു. അത് ആ കാർഡ് സ്വൈപ്പ് ചെയ്തപ്പോൾ തന്നെ പേരും ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിലത്തെ ആൾ അയാളെ ഫോൺ വിളിച്ചിട്ട് വരുത്തുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊക്കെ തന്നെയാണ് പേഴ്സ് കൊടുത്തത്. അപ്പോൾ അതിൽ പൈസ അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ റോഡിൽ നിന്ന് കളഞ്ഞ് കിട്ടിയതായാലും നമ്മൾ കൊടുക്കണം. കാരണം അന്നന്ന് പണി ചെയ്ത് ജീവിക്കണവരാവും ചിലവർ. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കുറേ കാര്യങ്ങളും കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടാവും. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. പണി കഴിഞ്ഞ് വരുമ്പോൾ പൈസ കൊടുത്തിട്ട് വേണം വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ എന്നാലോചിച്ചിരിക്കുക കേട്ടോ ഞങ്ങളുണ്ടാവുക. അപ്പോൾ അതേപോലത്തെ ഒരു വീട്ടുകാരെന്നെ വിവരം വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്തായാലും കണ്ടെത്തിയിട്ട് കൊടുക്കണം എന്നുള്ള ഭയങ്കര ഒരു ഇതിലാണ് കേട്ടോ ഞങ്ങൾ പോയത് തന്നെ. അങ്ങനെ നമ്മൾ കണ്ടെത്തി അവനെ കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര സമാധാനം കിട്ടിയിട്ടോ. അവർക്കത് ഉപകാരപ്പെട്ടുമല്ലോ എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ആള്. അപ്പോൾ ആൾക്ക് പേഴ്സൊക്കെ കൊടുത്തു. ആൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പേഴ്സൊക്കെ സൂക്ഷിക്കണം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ഓർമ്മ തന്നെ ഇല്ല പേഴ്സ് പോയത്. ഇതേപോലെ മുന്നൊരു ദിവസം പോയിട്ട് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞു. ശരിക്കും ആൾക്കൊരു വിലയില്ലാത്ത പോലെയാണ് ഉണ്ടായിരുന്നത് പൈസയ്ക്ക്. എന്നാലും ഞങ്ങൾക്ക് ചെയ്യേണ്ട കടമ ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.